കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ചില മാസങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് നന്നായി നല്ല സമയത്തിനായി അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷ വേലകളോടുള്ള ബന്ധത്തിൽ ആഫ്രിക്കയിലും മറ്റുമായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും വരുവാൻ ഇത്ര താമസമെടുത്തത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയുന്നതിലുപരിയായി വിലയുള്ള യാതൊന്നും ഈ ഭൂമിയിൽ ഇല്ലെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പ്രസ്താവിക്കുന്നു. മറ്റൊന്നിനും ഒരാൾക്ക് രക്ഷയും നിത്യജീവനും നൽകുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിനെ നമ്മുടെ വ്യക്തിപരമായി രക്ഷകനായി അറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ഒരാൾക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ പഴയ മതപരമായ ന്യായപ്രമാണം സംബന്ധിച്ച് ലഭിച്ച സകലതും ക്രിസ്തുവിനെ നേടി രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ഉപേക്ഷിച്ചു. ന്യായപ്രമാണം അനുസരിക്കുന്നതിൽ നിന്നും ലഭിക്കുന്ന നീതിയേക്കാൾ വളരെ വളരെ വിലയുള്ള മതിപ്പുള്ള നീതിയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി. ഇത് നമ്മുടെ പ്രവൃത്തിയുടെയോ പരിശ്രമത്തിൻ്റെയോ ഫലമായി ലഭിക്കുന്നതല്ല. ഇത് ദൈവകൃപ നിമിത്തം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന് ക്രിസ്തുവിനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും കുറിച്ച് അനുഭവിച്ചറിയണം. മാത്രമല്ല, ക്രിസ്തു തൻ്റെ ഉള്ളിൽ വസിക്കണം. ചുരുക്കി പറഞ്ഞാൽ, അപ്പോസ്തലനായ പൗലോസിന് ക്രിസ്തുവിനെ വ്യക്തിപരമായി അനുഭവിച്ചറിയണം. ഇതിനുവേണ്ടി തൻ്റെ ജീവിതത്തിൽ ലാഭമായതെല്ലാം ഛേദമെന്ന് കരുതി. തനിക്ക് ലഭിച്ചത് എല്ലാം ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി ഉപേക്ഷിച്ചു. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി നാം എന്തെല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ട്? അതിവേഗത്തിലുള്ള ഈ ലോക ജീവിതയാത്രയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. ജഡത്തിൽ നേടുന്നതെല്ലാം ചവറാണ്, വേസ്റ്റാണ്. ക്രിസ്തുവിനെ നേടുന്നത് വിലയുള്ളതാണ്. അത് നിത്യതയിലേക്ക് നമ്മെ നയിക്കുന്നു. സ്തോത്രം. ഒന്നാമതായി ഒരു വ്യക്തി നേടേണ്ടത് ക്രിസ്തുവിനെയാണ്. ഒരു വ്യക്തി നേടേണ്ടത് ക്രിസ്തുവിനെ നേടണം തൻ്റെ ജീവിതത്തിൽ. രണ്ടാമതായി ഒരു വ്യക്തി നേടേണ്ടത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, തൻ്റെ സഹോദരൻ നിന്നോട് അതിക്രമം ചെയ്താൽ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ അവന് കുറ്റബോധം വരുത്തുക. അവൻ നിൻ്റെ വാക്ക് കേട്ടാൽ നീ നിൻ്റെ സഹോദരനെ നേടിയിരിക്കുന്നു. സ്തോത്രം. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടുവിശ്വാസി നിങ്ങളോട് തെറ്റ് ചെയ്താൽ ആ വ്യക്തിയെ, ആ കൂട്ടു സഹോദരനെ നേടേണ്ടതിനുള്ള നിലപാട് എങ്ങനെയായിരിക്കണം എന്ന് യേശു കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാം നമ്മുടെ സഹോദരനോട് ഏതവസരത്തിലും വിനയത്തോടും സ്നേഹത്തോടും കൂടി ഇടപെടണം. നാം ഇങ്ങനെ ചെയ്താൽ നമുക്ക്
നമ്മുടെ കൂട്ടു സഹോദരനുമായി ഇപ്പോഴും ദൈവസ്നേഹത്തിൽ സന്തോഷിക്കുവാൻ കഴിയും. എന്നാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടു സഹോദരൻ തെറ്റ് ചെയ്താൽ നാം ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങളുണ്ട്. കോപത്തോടെ ആ സഹോദരൻ്റെ അടുക്കൽ പോകരുത്. കോപത്താൽ സഹോദരനെ നേടുവാൻ കഴിയുകയില്ല. ഒരു വ്യക്തികളെയും നേടുവാൻ കഴിയത്തില്ല കോപത്തോടെ. രണ്ടാമത്, നാം ഹൃദയത്തിൽ കയ്പ് വച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് സഹോദരനോട് കൂട്ടു സഹോദരനോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നമുക്ക് അല്പം വിമ്മിഷ്ടമുണ്ടായാൽ ആ സഹോദരൻ നിമിത്തമുണ്ടായ മുറിവിനെപ്പറ്റി തുറന്ന് നാം സംസാരിക്കണം. സ്തോത്രം. മൂന്നാമതായി നാം ചെയ്യേണ്ട കാര്യം, ആ സഹോദരനുമായിട്ടുള്ള അല്ലെങ്കിൽ ആ സഹോദരനെക്കുറിച്ച് എതിരായിട്ടോ വിമർശനമായിട്ടോ ആരോടൊന്നും സംസാരിക്കാതിരിക്കുക. എന്നാൽ ഇന്ന് സഭകളിൽ കണ്ടുവരുന്നത്, സഹോദര സ്നേഹത്തിൽ കണ്ടുവരുന്നത്, കൂട്ടു സഹോദരനെക്കുറിച്ച് അപവാദം പറയുന്നത് സർവ്വസാധാരണയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ 2 പേർ മാത്രമുള്ളപ്പോൾ അവൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുക. നാം ഇങ്ങനെ ചെയ്താൽ നാം നമ്മുടെ സഹോദരനെ നേടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ആ വ്യക്തിയെ നേടിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഒന്നാമതായി ഒരു വ്യക്തി ക്രിസ്തുവിനെ നേടണം. രണ്ടാമതായി നാം നമ്മുടെ കൂട്ടു സഹോദരനെ നേടണം. മൂന്നാമതായി ഒരു വിശ്വാസി നേടേണ്ടത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ആ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല, നീണ്ട വാക്യങ്ങളായതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. എന്നാൽ അത് ഇങ്ങനെ ചുരുക്കി പറയുന്നു. കർത്താവ് തൻ്റെ പരസ്യ ജീവിതത്തിൽ പറഞ്ഞ ഒരു ഉപമയാണത്. ഒരു മനുഷ്യൻ പ്രദേശത്ത് പോയി മടങ്ങി വരും പോലെയാണ് ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ്. ക്രിസ്തു തൻ്റെ ദാസന്മാർക്ക് വ്യാപാരം ചെയ്യുന്നതിന് താലന്തുകൾ നൽകി. ഈ ദാനങ്ങൾ ഭൗതികവും ആത്മീയവുമാണ്. ഇത് ഓരോ വ്യക്തികളുടെയും സാധാരണ കഴിവുകളായിരിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായിരിക്കാം. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനം, മറ്റൊന്നും നമുക്കില്ലല്ലോ. ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ക്രിസ്തു ദാനങ്ങൾ നൽകുന്നു. ചിലർക്ക് ഏറെ നൽകുന്നു, മറ്റു ചിലർക്ക് കുറച്ച് നൽകുന്നു. എന്ത് തന്നെ ലഭിച്ചാലും അത് നാം വ്യാപാരം ചെയ്യണം. ഈ ഉപമ പഠിപ്പിക്കുന്നത്, ഒരു ദാസന് ഒരു ചെറിയ ദാനമാണ് ലഭിച്ചത്, മറ്റു 2 പേർക്ക് ഇത്തിരി കൂടുതൽ കിട്ടി. 1 താലന്ത്, ആ 1 താലന്ത് മാത്രമാണ് ലഭിച്ചത്. ഒരുപക്ഷെ അവന് 1 താലന്ത് ലഭിച്ചതുകൊണ്ട് ലജ്ജ തോന്നിയിരിക്കാം, അവൻ മടിയനായിരുന്നത് കൊണ്ടാകാം യജമാനൻ 1 താലന്ത് അവന് നൽകിയത്. എന്തായിരുന്നാലും യജമാനൻ നൽകിയ ഒരു ദാനം അവൻ വ്യാപാരം ചെയ്യുന്നതിന് പകരം അത് റുമാലിൽ കെട്ടി കുഴിച്ചിട്ടു. യജമാനൻ മടങ്ങി വന്ന് തൻ്റെ താലന്തിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ ദാസൻ യജമാനനോട് പറയുകയാണ്, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. നിന്റെ ദ്രവ്യം ഞാൻ അങ്ങനെ തന്നെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കുക, ഈ മടിയനായ ദാസൻ യജമാനന് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. യജമാനൻ ദാസനോട് പറയുന്നു, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിഞ്ഞുവല്ലോ. ഈ ദാസനെ എന്ത് ചെയ്യണമെന്ന് യജമാനൻ പറയുകയാണ് തൻ്റെ ദാസന്മാരോട്. ദുഷ്ടനും മടിയനുമായ ഈ ദാസനെ, ഇവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. 1 താലന്ത് വ്യാപാരം ചെയ്യാതെ കുഴിച്ചിട്ടവൻ്റെ അവസ്ഥ ഏറ്റവും പുറത്തുള്ള ഇരുട്ടാണെങ്കിൽ,
2ഉം 3ഉം 4ഉം 5ഉം താലന്തുകൾ വ്യാപാരം ചെയ്ത കുഴിച്ചിട്ടവൻ്റെ അവസ്ഥ എന്തായിരിക്കും? നാം ഒന്ന് ചിന്തിക്കുക. സ്തോത്രം. ഇന്ന് പലരും സുവിശേഷം ദുർവിനിയോഗം നടത്തി ലക്ഷങ്ങളുണ്ടാക്കി ഉന്നതന്മാരായി തീർന്നിട്ടുണ്ട്. ഈ കൂട്ടരുടെ അവസ്ഥ എന്തായിരിക്കും? ചിന്തിക്കുക. ദൈവം തന്ന ദാനങ്ങളെ ദൈവമഹത്വത്തിനായി ഉപയോഗിച്ചില്ലെങ്കിൽ നാം ദൈവത്തെ കൊള്ളയടിക്കുന്ന കള്ളദാസന്മാരാണ്. ഇവരെക്കുറിച്ച് തിരുവചനം പറയുന്നത് ഇടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരിപ്പക്ഷി പോലെയാണെന്നാണ്. ഇനി നമ്മളിലേക്കൊന്ന് നോക്കുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന 1 താലന്ത് കുഴിച്ചിട്ട അവസ്ഥയാണോ എങ്കിൽ ഇന്നു മുതൽ അത് വ്യാപാരം ചെയ്യുക. എന്നാൽ ഇന്നു മുതൽ നമ്മളതിനെ വ്യാപാരം ചെയ്യാൻ ആരംഭിച്ചാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ മൂന്നാമതായി ഞാൻ പറഞ്ഞു വന്നത്, ഒരു വ്യക്തി ഈ ലോക ജീവിതത്തിൽ നേടേണ്ടത് താലന്തുകൾ നേടണം. നാലാമതായി ഒരു വിശ്വാസി നേടേണ്ടത്, ഒരു വ്യക്തി നേടേണ്ടത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടെടുക്കുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ഒരുവൻ തൻ്റെ ജീവനെ കളഞ്ഞ് ലോകം മുഴുവൻ നേടിയിട്ടും ഒരു കാര്യവുമില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നാം നിത്യജീവനെ കളഞ്ഞാൽ ഈ ലോക ജീവിതം കൊണ്ട് എന്ത് ഗുണമാണ് നമുക്കുള്ളത്? ഒരു കഥ ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചതായി ഓർക്കുന്നത്, ഒരു യജമാനൻ തൻ്റെ ദാസന് തൻ്റെ വസ്തുവകളിൽ നിന്ന് കുറച്ച് കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ അവന് ഒരു കണ്ടീഷൻ വെച്ചു. സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ നീ അസ്തമിക്കുന്നത് വരെ നടക്കുകയോ ഓടുകയോ ചെയ്യാം. പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചെത്തണം. അയാൾ പിറ്റേ ദിവസം രാവിലെ ഓട്ടം തുടങ്ങി. ഓടി 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 വലിയ വിസ്താരത്തിലോടി. എത്ര കൂടുതൽ ഓടിയാലും അത്രേ സ്ഥലം കിട്ടുകയാണല്ലോ. അയാൾ ഉണ്ണാതെയും വിശ്രമിക്കാതെയും വെള്ളം പോലും കുടിക്കാതെ ഓടി. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ സ്പോട്ടിൽ തിരിച്ചെത്തണം. പക്ഷേ അയാൾക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. അതിക്ക് മുമ്പേ അയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. യജമാനൻ തൻ്റെ കൂലിക്കാരോട് ചോദിക്കുകയാണ്, ഇയാൾക്ക് എത്ര അടി സ്ഥലം വേണം? കൂലിക്കാർ യജമാനോട് പറയുന്നു, 6 അടി മാത്രം. ഈ ലോക യാത്രയിൽ നാം എന്തെല്ലാം ഉണ്ടാക്കിയാലും എത്ര ശ്രമിച്ചാലും നമുക്ക് പോരെന്ന് തോന്നിയേക്കാം. കുറച്ചുകൂടി ഉണ്ടാക്കണം. പക്ഷേ യജമാനൻ്റെ കൂലിക്കാർ പറയുന്നത് 6 അടി മാത്രം മതിയെന്നാണ്. ഈ ചിന്ത ഗ്രഹിച്ചിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ മനുഷ്യൻ്റെ ജീവിതം വളരെ വളരെ ചുരുക്കം മാത്രമാണ്. 70, 80, 90, 100. 100ലേക്കൊന്നും പോകത്തില്ല. അത് കഴിഞ്ഞാൽ അവൻ ഈ ലോകത്ത് നിന്ന് മരിച്ച് മാറ്റപ്പെടും. ഈ ലോക ജീവിതത്തിൽ സ്വന്തം ആത്മാവിനേക്കാൾ വിലയുള്ള മറ്റ് യാതൊന്നുമില്ല. നിത്യജീവനേക്കാൾ വിലയേറിയ യാതൊന്നും ഈ ലോകത്തിൽ ഇല്ല. ഈ ലോകത്തേക്കാൾ വളരെ വളരെ വിലയുള്ള ഒന്നാണ് നമ്മുടെ ആത്മാവ് എങ്കിൽ അത് നമുക്ക് ഈ ലോക ജീവിതത്തിൽ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനമുണ്ട്? ചിലതെല്ലാം സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഓട്ടത്തിൽ നമ്മുടെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് എന്ത് പ്രയോജനം? നാം ഉപസിച്ചത് വെറുതെ, പ്രാർത്ഥിച്ചത് വെറുതെ, ഓടിയത് വെറുതെ, സുവിശേഷം പറഞ്ഞത് വെറുതെ, പ്രസംഗിച്ചത് വെറുതെ, എല്ലാം വെറുതെ ആയിപ്പോൾ. ഒരു വിശ്വാസി, ഒരു വ്യക്തി
തൻ്റെ ഈ ലോക ജീവിതത്തിൽ നാലാമത് നേടേണ്ടത് തൻ്റെ ജീവനെയാണ്. സ്വന്തം ജീവനെ നേടണം. അഞ്ചാമതായി നേടേണ്ടത് സദൃശ്യവാക്യങ്ങൾ 11-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. നീതിമാന്റെ പ്രതിഫലം ജീവവൃക്ഷമാകുന്നു, ആത്മാക്കളെ നേടുന്നവൻ ജ്ഞാനിയാകുന്നു. എല്ലാ ക്രിസ്ത്യാനികൾക്കും സുവിശേഷം പ്രസംഗിക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. ഭൂലോകത്തിലൊക്കെയും പോയി വിദേശ മിഷണറിമാരാകുവാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ എല്ലാവർക്കും സുവിശേഷത്തിൻ്റെ ഭാഗമാകുവാൻ കഴിയും. വിദേശങ്ങളിൽ പോകാൻ പറ്റിയില്ലെങ്കിലും പ്രാർത്ഥനയിലൂടെയും ഭവന സന്ദർശനത്തിലൂടെയും നമ്മുടെ ചുറ്റുപാടും സുവിശേഷം അറിയിക്കുവാൻ കഴിയും. അറ്റ്ലീസ്റ്റ് അവനവൻ്റെ കുടുംബത്തിൽ, നമ്മുടെ അയൽവക്കത്ത് നമുക്ക് സാക്ഷികളാകുവാൻ കഴിയും. നമ്മുടെ ജീവിതം കണ്ട്, നമ്മുടെ മാതൃകാ ജീവിതം കണ്ട് മറ്റുള്ളവർക്ക് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയുവാൻ ഇടയാക്കണം. അപ്പോൾ ഒരു വിശ്വാസി അഞ്ചാമതായി നേടേണ്ടത് ആത്മാക്കളെ നേടണം. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നാം നേടേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നാം ഇവിടെ സംസാരിച്ചത്. ഒന്നാമതായി ഒരു വ്യക്തി നേടേണ്ടത് ക്രിസ്തുവിനെ നേടണം. രണ്ടാമതായി സഹോദരനെ നേടണം. മൂന്നാമതായി സ്വന്തം ജീവനെ നേടണം. നാലാമതായി താലന്തുകൾ നേടണം. അഞ്ചാമതായി ആത്മാക്കളെ നേടണം. ഈ വചനം കേട്ട എല്ലാവരെയും അതിനായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.